പ്രധാനപ്പെട്ടതും ജനങ്ങൾ പൊതുവെ അറിയാൻ താല്പര്യപ്പെടുന്നതുമായ ഒരു ചോദ്യമാണിത് സാർ. ബഡ്ജറ്റിൽ കെ ഹോംസിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സംസാരിച്ചതിന് ശേഷം പലരും വിളിച്ച് ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സാർ. കേരള ടൂറിസത്തിന്റെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമുക്കറിയാം ഹോസ്പിറ്റാലിറ്റി ശൃംഖലയുടെ വിപുലീകരണമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി സാധ്യമാകുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് സാർ. ഉദുമ പഞ്ചായത്തിൽ ബഹുമാന്യനായ MLA ശ്രീ കുഞ്ഞമ്പുവിന്റെ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ 3 5 സ്റ്റാർ ഹോട്ടലാണ് സാർ. ഒരു പഞ്ചായത്തിൽ 3. സഞ്ചാരികൾ മുഴുവൻ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നവരല്ല നമുക്കറിയാം. മിതമായ നിരക്കിൽ മുറികൾ വേണം. അതിനിപ്പോ ഈ PWD റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആക്കിയതിന്റെ ഭാഗമായി 10-24 കോടിയുടെ അധിക വരുമാനം സർക്കാരിന് ലഭിച്ചു. അതിന്റെ ഒരു ലിസ്റ്റ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലും വലിയൊരു ശതമാനം സഞ്ചാരികളാണ്. ഇത് കണ്ടുകൊണ്ട് ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കെ ഹോംസ് എന്ന പദ്ധതിക്ക് സർക്കാർ രൂപം നൽകുകയാണ്. ഈ ആൾതാമസമില്ലാത്ത ഒഴിഞ്ഞ വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരം വീടുകളിൽ ആളുകൾക്ക് മികച്ച താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഹോംലി ഫുഡ് അടക്കമുള്ള സൗകര്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. പ്രത്യേക ബുക്കിംഗ് സൗകര്യം അടക്കം ആലോചിക്കുന്നുണ്ട്. ഇത് ബജറ്റ് പാസ്സായാൽ ഉടൻ തന്നെ അത് സംബന്ധിച്ച പരിശോധനയിലേക്ക് കിടക്കും എന്നുള്ളതാണ് സഭയെ ഞാൻ ഈ വേളയിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്.